കേട്ട് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഒരുപക്ഷെ ലോകത്ത് മറ്റെവിടെയും കേട്ടിട്ടില്ലാത്തത്രയും ഭീകരമായ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെയും കുട്ടികളെയും ശാരീരികമായി ശിക്ഷിക്കാം, പക്ഷേ എല്ലുകൾ ഒടിയുകയോ തുറന്ന മുറിവുകളോ ഉണ്ടാകരുത്. ഇതാണ് പുതിയ നിയമം. ഇത് കേവലം ഒരു നിയമമല്ല, അഫ്ഗാൻ സ്ത്രീകളെ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് വലിച്ചെറിയുന്ന, അവരുടെ സ്വാതന്ത്ര്യത്തെയും മാന്യതയെയും ചങ്ങലക്കിടുന്ന ഒരു ഭീകര ഉത്തരവാണ്. ഇസ്ലാമിക ഗ്രൂപ്പിന്റെ പരമോന്നത നേതാവ് ഹിബത്തുള്ള അബുസാദ ഒപ്പിട്ട പുതിയ പീനൽ കോഡിലാണ് ഈ ഞെട്ടിക്കുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടിമത്തം നിയമവിധേയമാക്കുന്ന അതേ കോഡിൽ തന്നെയാണിത് എന്നറിയുമ്പോൾ ആ രാജ്യത്തെ മനുഷ്യാവകാശങ്ങളുടെ അവസ്ഥ എത്രത്തോളം ശോചനീയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സ്ത്രീക്ക് തന്റെ മേലുണ്ടായ പീഡനം കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞാൽ പോലും ഭർത്താവിന് ലഭിക്കുന്ന ശിക്ഷ വെറും 15 ദിവസത്തെ തടവാണ്. അതും കോടതിയിൽ തന്റെ മുറിവുകൾ ജഡ്ജിയെ കാണിക്കുകയും ശരീരം പൂർണ്ണമായും മറച്ച് ഒരു ഭർത്താവിന്റെയോ പുരുഷ രക്ഷാധികാരിയുടെയോ അകമ്പടിയോടെ കോടതിയിൽ ഹാജരാവുകയും ചെയ്താൽ മാത്രം. ഇത് നീതിയോ അതോ ക്രൂരതയുടെ നിയമസാധുത നൽകലോ? സ്ത്രീകൾക്ക് സ്വതന്ത്രമായി സംസാരിക്കാനോ നീതി തേടാനോ പോലും കഴിയാത്തത്ര ദുർബലമാക്കുന്ന ഈ നിയമം മനുഷ്യത്വം എന്ന വാക്കിനെ തന്നെ ചോദ്യം ചെയ്യുന്നു. അതുകൊണ്ടും തീരുന്നില്ല കാര്യങ്ങൾ. വിവാഹിതയായ ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ബന്ധുക്കളെ കാണണമെങ്കിൽ അത് 3 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. എവിടെയാണ് സ്ത്രീകൾക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ അവരുടെ ഇടം? അവരുടെ സ്വന്തം കുടുംബത്തെ കാണാൻ പോലും പുരുഷന്റെ അനുവാദം തേടണമെന്ന ഈ നിയമം സ്ത്രീകളെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടുന്ന ഒരു ചങ്ങലയാണ്. അഫ്ഗാൻ സമൂഹത്തെ 4 വിഭാഗങ്ങളായി തിരിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലെ ആർട്ടിക്കിൾ 9 മതപണ്ഡിതർ, വരേണ്യവർഗം, മധ്യവർഗം, താഴ്ന്ന വിഭാഗം. ഏറ്റവും ഭയാനകമായ കാര്യം, ഒരേ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ ഇനി കുറ്റകൃത്യത്തിന്റെ സ്വഭാവമോ തീവ്രതയോ അനുസരിച്ചാവില്ല, മറിച്ച് പ്രതിയുടെ സാമൂഹിക നിലയെ ആശ്രയിച്ചായിരിക്കും എന്നതാണ്. അതായത് ഉന്നത വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് കുറഞ്ഞ ശിക്ഷയും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് കടുത്ത ശിക്ഷയും ലഭിക്കാം. ഇത് നീതിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. മുൻ US പിന്തുണയുള്ള ഭരണകൂടം കൊണ്ടുവന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കൽ നിയമത്തെ പൂർണ്ണമായും റദ്ദാക്കുന്ന 90 പേജുള്ള ഈ പുതിയ പീനൽ കോഡ് അഫ്ഗാൻ സ്ത്രീകളുടെ അവസാനത്തെ പ്രതീക്ഷയുടെ തിരിനാളവും കെടുത്തുകയാണ്. മാത്രമല്ല, ഈ പുതിയ നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ കുറ്റകരമാണെന്ന് താലിബാൻ പ്രഖ്യാപിച്ചതോടെ ആരും ഇതിനെതിരെ സംസാരിക്കാൻ പോലും ഭയപ്പെടുന്നുവെന്ന് മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അഫ്ഗാൻ മനുഷ്യാവകാശ സംഘടനയായ റവാധാരി ഐക്യരാഷ്ട്രസഭയോടും മറ്റ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളോടും ഈ ക്രിമിനൽ നടപടിക്രമ കോഡ് നടപ്പിലാക്കുന്നത് ഉടൻ തടയണമെന്നും അതിനുള്ള എല്ലാ നിയമപരമായ സാധ്യതകളും ഉപയോഗിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ലോകം മുഴുവൻ സ്വാതന്ത്ര്യത്തെയും തുല്യതയെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നടക്കുന്ന അഫ്ഗാനെ നമുക്ക് നോക്കി നിൽക്കാൻ കഴിയുമോ? അഫ്ഗാനിലെ സ്ത്രീകളുടെ കണ്ണുനീരിനും നിസ്സഹായാവസ്ഥയ്ക്കും ലോകം ചെവി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ഭീകരമായ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുമോ എന്ന് കാത്തിരുന്നു കാണാം.